ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ 25 നോയമ്പിനോടനുബന്ധിച്ച് തിരുപ്പിറവി എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് സ്തുതി. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനും യുവജന സഖ്യാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ജനനം അഥവാ തിരുപ്പിറവി കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ദൈവിക രഹസ്യമാണ്. അത് ദൈവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃപയുടെയും സമാധാനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. തിരുപ്പിറവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഇളയ മനസ്സിലുടുത്തിരുന്ന കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, തിരുപ്പിറവി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശുവിൻ്റെ ജനനം മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം ദീർഘനാളായി വാഗ്ദത്തം ചെയ്ത വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണമാണ്. ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:11 പറയുന്നു. ദൈവജനത്തെ രക്ഷിക്കാൻ വരുന്നൊരു മെശിഹായെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ യെശയ്യാ 9:6 പോലുള്ള വാക്യങ്ങളിൽ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഭരണം അവൻ്റെ ചുമലിലായിരിക്കും, അവൻ അത്ഭുതകരമായ ഉപദേശകൻ, ശക്തനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടും. യേശുവിൻ്റെ ജനനം ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. ഇസ്രായേലർക്ക് മാത്രമല്ല, ലോകം മുഴുവനും രക്ഷ നൽകുന്ന ഒരു രക്ഷകൻ. യേശു വിനീതമായ പുൽത്തൊട്ടിയിൽ ജനിച്ചപ്പോൾ അതൊരു കുഞ്ഞിൻ്റെ ജനനം മാത്രമല്ല, അത് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രതീക്ഷയുടെ പ്രഭാതമായിരുന്നു. യേശുവിലൂടെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തത പ്രകടിപ്പിക്കുകയും അവനിൽ ലോകത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമതായി, തിരുപ്പിറവി എളിമയിൽ ഒരു ജന്മത്തിൻ്റെ തുടക്കമായി കാണാം. യേശുവിൻ്റെ ജനനം വിനയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് 2:7 പറയുന്നത് പോലെ, അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ലോകരക്ഷകൻ ജനിച്ചത് കൊട്ടാരത്തിലോ രാജകുടുംബത്തിലോ അല്ല, തൊഴുത്തിലാണ്. മൃഗങ്ങൾക്ക് തീറ്റപാത്രമായ ഒരു പുൽത്തൊട്ടിയിൽ അവനെ പാർപ്പിച്ചു. ഈ എളിയ തുടക്കം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മഹത്വത്തിൽ രാജാവായിട്ടല്ല, എല്ലാവരുടെയും സേവകനായിട്ടാണ് അവൻ വന്നത്. അവൻ്റെ ജീവിതം എളിമയുടെ ജീവിതമായിരുന്നു. ദൈവരാജ്യത്തിലെ മഹത്വം സമ്പത്തിനെയോ അധികാരത്തെക്കുറിച്ചുള്ള മറിച്ച് മറ്റുള്ളവരെ സ്നേഹത്തോടെ സേവിക്കുന്നതിനെക്കുറിച്ചാണെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. മൂന്നാമതായി, തിരുപ്പിറവി സമാധാനത്തിൻ്റെയും സുമനസ്സുകളുടെയും സന്ദേശം നമുക്ക് നൽകുന്നു. യേശുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ മാലാഖമാർ യേശുവിൻ്റെ ജനനം ഇടയന്മാരോട് അറിയിച്ചപ്പോൾ അവർ പ്രഖ്യാപിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മാത്രമല്ല, മനുഷ്യർക്കിടയിലും അന്യോന്യം സമാധാനം കൊണ്ടുവരാനാണ് യേശു വന്നത്. യേശു നൽകുന്ന സമാധാനം സംഘർഷങ്ങളുടെ അഭാവം മാത്രമല്ല, ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം, നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം, നമ്മുടെ ലോകത്തിൽ സമാധാനം. ഈ സമാധാനം യേശു മാത്രം നൽകാൻ കഴിയുന്ന സമ്മാനമാണ്. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ വിവേകത്തെ മറികടക്കുന്ന സമാധാനത്തെക്കുറിച്ച്, നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കുന്ന സമാധാനത്തെക്കുറിച്ച് നാം ഓർമ്മിപ്പിക്കുന്നു. നാലാമതായി, തിരുപ്പിറവി അവൻ്റെ ശിഷ്യന്മാരാകാനുള്ള ഒരു ആഹ്വാനം കൂടിയാണെന്ന് ഞാൻ ഓർത്തുകൊള്ളട്ടെ. യേശുവിൻ്റെ ജനനം ഒരു ആഘോഷം മാത്രമല്ല, പ്രവർത്തനത്തിലുള്ള ആഹ്വാനം കൂടിയാണ്. മത്തായി 1:21 നാം വായിക്കുന്നത് പോലെ, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി വന്നിരിക്കുന്നത് കൊണ്ട് നീ അവൻ്റെ പേർ യേശു എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനും ദൈവവുമായുള്ള നമ്മുടെ തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കാനുമാണ് യേശു വന്നത്. അവൻ്റെ ജനനം ഒരു ദൈവിക ദൗത്യത്തിൻ്റെ തുടക്കമാണ്. അത് ആത്യന്തികമായി അവൻ്റെ കുരിശിലെ മരണത്തിലേക്കും അവൻ്റെ ഉയിർപ്പിലേക്കും നയിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനും
എളിമയുടെയും സേവനത്തിൻ്റെയും മാതൃക പിന്തുടരാനും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം ലോകവുമായി പങ്കുവെക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ജനനം അവൻ നമുക്ക് സൗജന്യമായി നൽകിയ സ്നേഹവും കൃപയും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യേശുവിൻ്റെ ജനനം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്യന്തികമായ സമ്മാനമാണ്. യോഹന്നാൻ 3:16 നാം വായിക്കുന്നത് പോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിൻ്റെ ജനനം മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കാനും നമ്മുടെ വേദനകളും പോരാട്ടങ്ങളും മനസ്സിലാക്കാനും ആത്യന്തികമായി നമ്മുടെ പാപങ്ങൾക്ക് ബലിയായി തന്നെ സമർപ്പിക്കാനുമാണ് യേശു വന്നത്. അവൻ്റെ ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ അത് ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു പുതിയ ജീവൻ്റെ തുടക്കമാണെന്ന് നമുക്ക് ഓർക്കാം. യേശുവിൻ്റെ ജനനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തത, അവൻ്റെ താഴ്മ, സമാധാനത്തിൻ്റെ സന്ദേശം, അവൻ്റെ ആത്യന്തികമായ സ്നേഹം എന്നിവയെ ഓർമ്മിപ്പിക്കുന്നു. വിനയത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ചുകൊണ്ട് അവൻ്റെ രക്ഷയുടെ സുവാർത്ത ലോകത്തോട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ ജനനത്തെ ബഹുമാനിക്കാം. ഈ ക്രിസ്മസ് സീസൺ നിങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കും യേശുവിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനത്തിലേക്കും അടുപ്പിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.